ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നേ. എനിക്കത്ര സുഖമൊന്നുമില്ല കേട്ടോ. പണികൾ ഏറ്റുവാങ്ങാൻ പിന്നെയും എൻ്റെ ജീവിതം ബാക്കി. ഇപ്പോൾ ഈ കൈ കൊണ്ട് കാണിക്കുന്നത് എന്താണെന്നറിയുമോ? എൻ്റെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടിട്ട് മൊത്തം പഴുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും കാര്യമായ വല്ല പറമ്പിപ്പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോഴാണ്. ഒരിക്കലുമല്ല, ഒരു മീൻമുള്ളു കൊണ്ടതാണ് കേട്ടോ. വെട്ടിയപ്പം നമ്മുടെ സിലോപ്പിയുടെ മുള്ളൊന്ന് കൊണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ ദിവസം ഞാനിത് വെച്ചുകൊണ്ടിരുന്നത് നാണക്കേടായിരുന്നു, എങ്ങനെ കൊണ്ടുവന്ന് ഡോക്ടറോട് പറയും എന്നൊക്കെ ഓർത്ത് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഈ കോലുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ടാകുമ്പോൾ നമ്മൾ പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ അവസ്ഥ എത്തി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന. എന്നാൽ പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രി കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് പോവുകയാണേ. ഇപ്പം എന്താ പറയുന്നത്, അതിൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും പോയി കാണിച്ചേക്കാം, ഇതിങ്ങനെ ഇരുന്ന് വല്ല ഇൻഫെക്ഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോകുന്നത്. ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഗവൺമെൻറ് ആശുപത്രി പോകാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാട്ടോ. അന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്തോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പിന്നെ ഞാൻ ഈ തിരിച്ചും മറിച്ചും കുടിച്ചും ഹരിച്ചും നോക്കുന്നത് എൻ്റെ കയ്യിൽ തന്നെ കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് തത്രപ്പാട് വിടുന്നുമുണ്ട്. കുഞ്ഞാപ്പ് ഉറക്കമായിരുന്നേ. പക്ഷേ ആശുപത്രി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവ എണീറ്റു കേട്ടോ. അങ്ങനെ ഇതാട്ടോ നമ്മുടെ കുമ്പളയിലെ ആശുപത്രി. ഞാൻ എപ്പോഴും ഇവിടെ ആട്ടോ വരാറ്. ഇവിടെ വന്ന് ഇപ്പോൾ പനിയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പെട്ടെന്ന് ആശുപത്രി വരും. കാരണം പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ കാരണം അതുങ്ങൾക്കൊന്നും വരല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ എപ്പോഴും വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് ചീട്ടൊക്കെ എടുത്തു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉച്ചയായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നല്ല ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചയാട്ടോ ഞാൻ ഈ പോകുന്നത്. അപ്പോഴും ഉണ്ടല്ലോ അതിനേക്കാളും തിരക്ക്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു കീറണം. അങ്ങനെ കീറി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു TT എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിക്കിളിച്ചടത്ത് പോകുന്ന ഒരു പരുവത്തിലാട്ടോ. ഇതിൻ്റെ മണ്ടയിൽ ഒരു നാരങ്ങയും കൂടെ വെച്ചാൽ അസൽ അത് തന്നെ. അപ്പോൾ പിന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നു. മെഡിസിൻ ആ ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പോകുന്ന കേട്ടോ നിങ്ങളീ കാണുന്നത്. പിന്നെ ഈ കൈവച്ചുള്ള ഷോ ഓഫുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഡ്രസ്സ് ചെയ്യണം, നാളെയും ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.